ജാസ്മിനെ ഇനി എത്ര കരഞ്ഞു മെഴുകിയിട്ടും കാര്യമില്ല. തെറ്റ് ജാസ്മിന്റെ തന്നെയാണ്. ഇനി അവിടെ ഇരുന്നുകൊണ്ട് ഗബ്രിയെ കുറ്റം പറഞ്ഞിട്ടോ, ഗബ്രി കാരണം എന്റെ ഗെയിം പോയിന്നോ, ഗബ്രി കാരണം എന്റെ ലൈഫ് നശിച്ചെന്നോ, ഗബ്രി കാരണം ഇനി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നോ, ഗബ്രി കാരണം എന്റെ ജീവിതം നശിച്ചു, ഗബ്രി കാരണം എനിക്കിനി ഒന്നുമില്ലാത്ത അവസ്ഥയായി, ആരുമില്ലാത്ത അവസ്ഥയായി, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. സ്വയം വരുത്തിവെച്ചവന എന്നതിൽ കവിഞ്ഞ് അതിനെ മറ്റൊന്നും പറയാനില്ല. ഇവിടെ പുറത്തുനിന്ന് ഒരു വിവാഹം ഉറപ്പിച്ച് ഒരു പയ്യന്റെ ഒപ്പം ലൈഫ് പറഞ്ഞുറപ്പിച്ച് ആ ചെക്കനെ വാക്കും കൊടുത്ത് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു ചെക്കൻ വന്ന് ചിരിച്ചു കാണിച്ചപ്പോൾ അതിൽ മയങ്ങി വീണ വ്യക്തിയെ പ്രേക്ഷകർ പിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഇപ്പൊ ശുദ്ധയെന്നോ? വളരെ ശുദ്ധയായ പെൺകുട്ടി അറിയാതെ ഒരു ചെക്കൻ ചിരിച്ചു കാണിച്ചപ്പോൾ അറിയാതെ വഴുതി വീണു പോയതാണ്. ആ കുട്ടിക്ക് ഒന്നും അറിയില്ലായിരുന്നു, കുട്ടി പാവമായിരുന്നു, കുട്ടി ഭയങ്കര നിഷ്കളങ്കയായിരുന്നു എന്നാണോ പ്രേക്ഷകർ പറയും എന്ന് ജാസ്മിൻ കരുതുന്നത്? ഒരു ആൺകുട്ടിക്ക് വാക്കുകൊടുത്ത് വിവാഹവും ഉറപ്പിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ ചെന്ന് മറ്റൊരു ആൺകുട്ടിയുമായി കെട്ടിമറയുന്ന സമയത്ത് ആലോചിച്ചില്ലേ പുറത്ത് തങ്ങൾക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, കെട്ടാൻ പോകുന്ന ചെറുക്കനുണ്ട് എന്നൊക്കെ. മറ്റൊരു ചെറുക്കൻ്റെ അടുത്ത് പ്രണയമാണ്, പക്ഷെ വിവാഹത്തിലെത്താത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ പ്രണയിക്കുന്നില്ല, ഞങ്ങളുടെ ഉള്ളിൽ അത്രയും പ്രണയമുണ്ട്, ഞങ്ങൾ അത്രയും ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് എന്നൊക്കെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുഖത്തു നോക്കി പറയുമ്പോഴും പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിച്ചില്ലേ ജാസ്മിനെ? കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, എന്തൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടിയത്? ഇതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ബോധോദയം, എനിക്ക് അവനോട് പ്രണയമുണ്ട്, പക്ഷെ അവൻ എന്നെ പ്രണയിക്കുന്നില്ല, അവൻ എന്നെ ചതിക്കുന്നു എന്നൊരു ബോധോദയം. സത്യത്തിൽ ആരെയാണ് ചതിച്ചത് എന്ന് ജാസ്മിൻ തന്നെ സ്വയം ചിന്തിച്ചു നോക്ക്. ജാസ്മിൻ അല്ലേ എല്ലാവരെയും ചതിച്ചത്? അപ്പൊ പിന്നെ ജാസ്മിൻ അത് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പുറത്തു നിന്നുള്ള തന്റെ ഫാമിലിയെ മുഴുവൻ ചതിച്ചു, വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചിരുന്ന ചെറുക്കനെ ചതിച്ചു, അതിനുള്ളിൽ വന്ന ഒരു ചെറുക്കൻ്റെ അടുത്ത് ഇത്രയും ഇന്റിമസി കാണിച്ചുകൊണ്ട് ആ ചെറുക്കനെയും ചതിച്ചു എന്നേ പ്രേക്ഷകർക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ സമയത്ത് ഒരു ന്യായീകരണവും ജാസ്മിൻ നിരത്തിയിട്ട് ഒരു കാര്യവുമില്ല. തെറ്റ് മുഴുവൻ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ്. കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു കൊത്തിയിരിക്കുന്നത് ജാസ്മിനെ. ഇനി എത്ര അലക്കി വെളുപ്പിക്കാൻ നോക്കിയാലും ജാസ്മിന്റെ ഭാഗം വെളുക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എത്ര ഗബ്രിയുടെ തലയിലേക്ക് മാത്രമായി കെട്ടിവെക്കാൻ നോക്കിയാലും സ്വന്തം ഭാഗത്തെ ന്യായങ്ങൾ നിരത്തിയാലും ജാസ്മിൻ ചെയ്ത തെറ്റുകൾ തെറ്റല്ലാതാകുന്നില്ല. ഗബ്രിയേക്കാൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തത് ജാസ്മിൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി എങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞാലും ചെയ്താലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ചെയ്ത കാര്യങ്ങൾ മറന്ന് പ്രേക്ഷകർക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അത്ര പെട്ടെന്നൊന്നും പ്രേക്ഷകർക്ക് എല്ലാം മറക്കാൻ കഴിയില്ല എന്ന്.